കോടികൾ വിലയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം സൃഷ്ടിക്കാൻ അളവില്ലാത്ത ധനമോ അല്ലെങ്കിൽ കുടുംബ മഹിമയോ വേണ്ടെന്ന് പറയുകയാണ് ഡോക്ടർ എ വേലുമണി. വേലുമണി പറയുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്റെ ദാരിദ്ര്യം ആയിരുന്നു എന്നാണ്. റെയിൽവേ പ്ലാറ്റ്ഫോമിലെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചു വളർന്ന ഒരു പാവപ്പെട്ട ഗ്രാമീണ ബാലനിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഐക്കണുകളിൽ ഒരാളായി മാറിയ ആ മനുഷ്യന്റെ കഥ ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. 1970കളുടെ പകുതിയിൽ തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ ഇറങ്ങിയ ആളാണ് വേലുമണി. കോയമ്പത്തൂരിലെ സിറ്റി കോളേജുകളിൽ പഠിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ അന്ന് ഫീസ് വേണം. എന്നാൽ തന്റെ കുടുംബത്തിന്റെ അന്നത്തെ വരുമാനം വെറും 3 രൂപയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അമ്മ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ആ തുച്ഛമായ തുക കൊണ്ട് ആ വീട്ടിലെ ചെലവുകൾ പോലും നടക്കില്ലായിരുന്നു. അമ്മ തന്റെ സ്വർണ്ണവള വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് അദ്ദേഹം പഠിക്കാൻ ഇറങ്ങുന്നത്. ഏറ്റവും ഫീസ് കുറഞ്ഞ രാമകൃഷ്ണ മിഷൻ വിദ്യാലയത്തിലാണ് അദ്ദേഹം ചേർന്നത്. പക്ഷേ ഹോസ്റ്റൽ ഫീസ് നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയായിരുന്നു. ഒടുവിൽ നഗരത്തിലെ സൗജന്യമായ ഒരു ഗവൺമെന്റ് ഹോസ്റ്റലിൽ അദ്ദേഹം തനിക്ക് താമസിക്കാനുള്ള സ്ഥലം ഒപ്പിച്ചെടുത്തു. എന്നാൽ അവിടെ നിന്നും ആ കോളേജിലേക്കുള്ള യാത്രയായിരുന്നു അടുത്ത പ്രശ്നം. ബസ് ചാർജ് നൽകാൻ പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുത്തത് 7 രൂപയുടെ ഒരു റെയിൽവേ പാസ്സായിരുന്നു. ആ 7 രൂപയുടെ ട്രെയിൻ പാസ്സാണ് വേലുമണിയെ ഇന്നത്തെ നിലയിലാക്കിയത്. പുലർച്ചെ 5:50 പാസഞ്ചർ ട്രെയിനിൽ അദ്ദേഹം കോളേജിലേക്ക് പോകും. അവിടെ എത്തി രാവിലെ കോളേജ് തുടങ്ങാൻ അദ്ദേഹത്തിന് 2.5 മണിക്കൂറോളം കാത്തിരിക്കണം. അതേപോലെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാലും രാത്രിയിലെ ട്രെയിൻ വരാൻ മണിക്കൂറുകൾ കാത്തിരിക്കും. ആ സമയമത്രയും വേലുമണി ചെലവഴിച്ചത് റെയിൽവേ പ്ലാറ്റ്ഫോമിലെ സിമന്റ് ബെഞ്ചുകളിലായിരുന്നു. പ്ലാറ്റ്ഫോമിലെ ആ ബഹളത്തിനിടയിൽ ഇരുന്നു കൊണ്ട് ഏതാണ്ട് 6000 മണിക്കൂറുകൾ അദ്ദേഹം കണക്കും കെമിസ്ട്രിയും പഠിച്ചു. അങ്ങനെ ഡിഗ്രി നേടുകയും ചെയ്തു. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ജന്മനാട്ടിൽ നല്ല അവസരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ ഭാഗ്യം പരീക്ഷിക്കാൻ 1982 വേലുമണി അന്നത്തെ സ്വപ്ന നഗരമായ മുംബൈയിലേക്ക് എത്തി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ 500 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ജോലിക്കായി ഏകദേശം 50-ൽ കൂടുതൽ ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത അദ്ദേഹം നിരാശയോടെയാണ് ഓരോ തവണയും മടങ്ങിയത്. കുറച്ച് ദിവസങ്ങളിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം താമസിക്കുകയും ചെയ്തു. ഒടുവിൽ മുംബൈയിലെ പ്രശസ്തമായ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ ലാബ് അസിസ്റ്റന്റായി ഒരു ചെറിയ ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് തൈറോയ്ഡ് ബയോകെമിസ്ട്രിയിൽ PhD നേടി ഒരു ഡോക്ടറായി മാറി. അദ്ദേഹം ഏകദേശം 14 വർഷത്തോളം ആ ജോലിയിൽ തുടരുകയും ചെയ്തു. എപ്പോഴും ഡോക്ടർ വേലുമണിയുടെ മനസ്സിൽ പുതിയ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ ജോലി രാജിവെച്ചു. തന്റെ കയ്യിലുള്ള 2 ലക്ഷം രൂപ കൊണ്ട് മുംബൈയിലെ ബൈക്കുള എന്ന സ്ഥലത്ത് വെറും 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വാടക മുറിയിൽ അദ്ദേഹം ഒരു ചെറിയ തൈറോയ്ഡ് പരിശോധന ലാബോറട്ടറി ആരംഭിച്ചു. അക്കാലത്ത് തൈറോയ്ഡ് പരിശോധനകൾ വളരെ ചെലവേറിയതായിരുന്നു. സാധാരണക്കാർക്ക് അത്തരം പരിശോധനകൾ ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർ വേലുമണി ഒരു പുതിയ ആശയം കൊണ്ടുവന്നു. അദ്ദേഹം ഒരു ഫ്രാഞ്ചൈസി മോഡൽ അവതരിപ്പിക്കുകയും രാജ്യം എമ്പാടുമുള്ള സാമ്പിളുകൾ ശേഖരിച്ച് മുംബൈയിലെ സെൻട്രൽ ലാബിലേക്ക് അയക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. ഇതുമൂലം മാർക്കറ്റ് വിലയുടെ പകുതിയിലും താഴ്ന്ന നിലയിൽ സാധാരണക്കാർക്ക് തൈറോയ്ഡ് പരിശോധനകൾ നടത്താൻ കഴിഞ്ഞു. ഡോക്ടർ വേലുമണി കണ്ടുപിടിച്ച ഈ ബിസിനസ് മോഡൽ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തൈറോ കെയർ ബ്രാൻഡ് ഇന്ത്യയിലെ എല്ലാ തെരുവുകളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ലാബ് എന്ന പേരും നേടി. അദ്ദേഹത്തിന്റെ കമ്പനി വളരെ വേഗത്തിലാണ് വളർന്നത്. പിന്നീട് ഓഹരി വിപണിയിൽ വന്ന ശേഷം അതിന്റെ വിപണി മൂല്യം ഏകദേശം 7000 കോടി രൂപയായി. പിന്നീട് 2021 ഡോക്ടർ വേലുമണി തൈറോ കെയറിലെ തന്റെ 66% ഓഹരികൾ പ്രമുഖ ഓൺലൈൻ ഫാർമസിയായ ഫാം ഈസിക്ക് 4546 കോടി രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഡോക്ടർ വേലുമണിയുടെ വ്യക്തിഗത ആസ്തി 5000 കോടിയിലും കൂടുതലാണ്. ഇന്നും ഡോക്ടർ വേലുമണി പറയുന്നത് എന്റെ ദാരിദ്ര്യമാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. കാരണം എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു, മുഴുവൻ ലോകവും നേടാനുണ്ട് എന്നാണ്. എന്നെ ഞാനാക്കിയ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അത് കാണിക്കാൻ 2015 തന്റെ ഭാര്യയെ കൊണ്ടുപോയെന്നും അദ്ദേഹം പറയുന്നു. 2021 തന്റെ പ്രിയപ്പെട്ട കമ്പനി വിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. എന്റെ കമ്പനി എന്റെ മകളല്ല, അതൊരു വളർത്തുമൃഗമാണ്. കൃത്യസമയത്ത് അതിനെ കൈമാറണം. അതായത് വൈകാരികതയുടെ പേരിൽ നമ്മൾ ബിസിനസ്സിനെ എപ്പോഴും കൂടെ ചേർത്ത് വെക്കേണ്ട ആവശ്യമില്ല. വാങ്ങുന്ന പോലെ തന്നെ വിൽക്കേണ്ട സമയത്ത് അത് വിൽക്കുകയും വേണം.